മനുഷ്യന് വളർന്ന് വളർന്ന് മലക്കിനെ പോലെ അല്ലെങ്കിൽ അതിൻ്റെയും മീതെ എത്താനുള്ള അവസരമുണ്ട്. അതേ മനുഷ്യന് തന്നെ താണ് മൃഗത്തെപ്പോലെ അല്ലെങ്കിൽ മൃഗത്തിനേക്കാളും അധപ്പതിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അത് സൂചിപ്പിച്ചിട്ടാണ് അള്ളാഹു പറയണത്, വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വഴിയെയും മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ഉന്നതങ്ങളിലേക്കെത്താനും വികാരത്തിനടിമപ്പെട്ട് അധമനാവാനും മനുഷ്യന് കഴിയും. ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ വികാരത്തിനടിമപ്പെട്ടുള്ള ജീവിതമാണോ അല്ല ബുദ്ധിയോടെയുള്ള ജീവിതമാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം. നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു നോക്കണം. ഇസ്തഫ്തി ലിനഫ്സിക്ക. എല്ലാം പൊന്മോളുസ്താനോട് ചോദിക്കാൻ നിൽക്കരുത്. ചിലത് നമ്മളോട് തന്നെ മസല വയ്ക്കണം, ഞാൻ അങ്ങനെ ഉണ്ട് എന്ന്. അതിനാണ് ഹൃദയത്തിലേക്ക് സെൽഫി എടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ക്ലാരിറ്റിയുള്ള പിക്ചർ അല്ല കിട്ടുന്നതെങ്കിൽ മുഹാസബത്തിലൂടെ നമുക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ജദ്ദിദോ ഈമാനക്കും, ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തും മഹാന്മാരുടെ കൂടെ കൂടിയും അവരെ സിയാറത്ത് ചെയ്തും ദിക്റുകൾ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും നമ്മുടെ ഗ്രാഫ് ഉയർത്തണം. അങ്ങനെ ഉയർത്തുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാവുന്നത്. അതിൻ്റെ ഒരു സാധ്യതയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത്. തിരൂരിൽ നിന്ന് 9:55 ട്രെയിന്. നിലവിലുള്ള സിസ്റ്റം പ്രകാരം ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകണം. സോ ഇവിടുന്ന് 9 മണിക്ക് നിലവിലുള്ള ട്രാഫിക്കും റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൂർത്തിയാക്കണം. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക? അതിന് ചിലപ്പം വിസ്വാൽ എന്ന് പറയും. എക്കോ കുറച്ച് ഞാൻ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളോട് ആക്ഷൻ കാണിക്കാം. അതിനാണ് വിസ്വാൽ എന്ന് പറയുക. അതെങ്ങനെയാണ് സാധ്യമാവുക? മനുഷ്യൻ പല തരത്തിലും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ അബ്ദുൽ ജസദ്, ശരീരത്തിൻ്റെ അടിമ. അബ്ദുൽ ഹവ, ആഗ്രഹത്തിൻ്റെ അടിമ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പല ടൈപ്പുകളാണ്. ഈ പറഞ്ഞതിൽ തന്നെ ഏകദേശം 80% ആളും ഉൾപ്പെട്ടു. മറ്റൊന്നാണ് അബ്ദുദ്ദീനാർ, പണത്തിൻ്റെ അടിമ. നാലാമത്തതാണ് അബ്ദുസ്സൗജ, ഭാര്യൻ്റെ അടിമ. അഞ്ചാമത്തെ ആൾ മാത്രമേ ലോകത്ത് വിജയിച്ച ആളുള്ളൂ. അത് വളരെ വളരെ കുറവായ ആളാണ്. വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ കാലത്ത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 999 ആൾ നരകത്തേക്ക് പോയിട്ട് വേണം ഒരു സ്വർഗ ടിക്കറ്റ് മുറിയാൻ. 120 സൊഫുണ്ട് മഹ്ശറിൽ. ഓരോ സൊഫിലും കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവും. അതിൽ 117 സൊഫും നരകത്തിലാണ്. അതങ്ങനെയാണ്, അതിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ലോകത്ത് അബ്ദുള്ള മാത്രമാണ് വിജയിച്ച ടീം എന്ന് പറയുന്നത്. അബ്ദുള്ള മാത്രം. നമ്മളൊക്കെ അബ്ദുള്ളയാണോ അല്ല ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും അടിമകളാണോ എന്ന് ഒരു പരിശോധന നടത്തിയാൽ തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയുടെ ദൂരം മനസ്സിലാവും. ആദ്യം തോറ്റ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. അതിന് പറയൽ തുറഫുൽ അഷ്യാഉ ബി അൽദാദിഹാ എന്നാണ്. തോറ്റ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേൾക്കണ്ടോ? കൊടുക്കണ്ടെന്ന് പറയാം.
കഴിഞ്ഞോ? ഖിലാഫുണ്ടോ? ഇല്ല, ഖിലാഫുണ്ട്. ഇസ്മത്തുൽ ഐനൈൻ ഫി ഇഖ്തിലാഫി ശൈഖൈൻ. കഴിഞ്ഞോ? കഴിഞ്ഞു. റാവി ഓക്കെ അല്ലേ? ഓക്കെ. ആരാണ് ഈ തോറ്റ അടിമകൾ? ഒന്നാമത്തത് അബ്ദുൽ ഹവ, ശരീരത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിമയാണ് അവർ. അവരാഗ്രഹിക്കുന്നത് അവർ ചെയ്യും. അതാരുപദേശിച്ചാലും അത് സ്വീകരിക്കില്ല. അതിന് പുതിയ കാലത്ത് വിളിക്കുന്ന പേരാണ് ലിബറലിസം. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ കാര്യം ഉപ്പ നോക്കണ്ട, ഉമ്മ നോക്കണ്ട, ഞാനൊരു പെണ്ണിനെ കണ്ടിന് കെട്ടിയിരിക്കും, വേറെ വർത്താനമില്ല. എല്ലാവരും ഈ സമയത്താണ് ഉറങ്ങണത്. ഇത് വെള്ളിയാഴ്ചയല്ലേ, ജുമയ്ക്കുണ്ടേ, ഞാൻ ഉറങ്ങും. അതാണ് പേര് സിദ്ധാന്തം. അതാണ് സംഭവം. എല്ലാ മോനെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങൽ ഒരു ബർക്കത്ത് കമ്മിയല്ലേ. പിന്നെ ഉറക്കം എന്താക്കേണ്ടത് കണ്ടോ? മൂപ്പരെന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യും. അതേത് തങ്ങളല്ല, ഉസ്താദല്ല, ആരും ഉപദേശിച്ചാലും അത് സ്വീകരിക്കില്ല. അതാണ് അബ്ദുൽ ഹവ. അവരാഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവരാ. അവരെ അതിനിശ്ചിതമായി ഖുർആൻ തന്നെ വിമർശിച്ച് പറയുന്നുണ്ട്, അവർ ഇലാഹാക്കിയത് എന്നെയല്ല, അവരുടെ ഹവയെയാണ്, ആഗ്രഹത്തിൻ്റെയാണ്. അവർ അള്ളാൻ്റെ അടിമയല്ല, അവർ ആഗ്രഹത്തിൻ്റെ അടിമയാണ്. തിന്നണം എന്ന് പറഞ്ഞാൽ തിന്നും, ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഉറങ്ങും. അങ്ങനെ മൂപ്പര്. അതിന് ബ്രേക്കും ബെല്ലൊന്നും ഉണ്ടാവില്ല. മൂപ്പര് ആഗ്രഹിച്ചു മൂപ്പര് ചെയ്യും. ഗസാലി ഇമാമിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അതൊരു മൃഗീയ സ്വഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ 10 മൃഗങ്ങളുടെ സ്വഭാവം ഗസാലി ഇമാം അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ള നേരമില്ല. മറ്റൊരു ആംഗിളിൽ പറഞ്ഞാൽ 4 പക്ഷികളുടെ സ്വഭാവം പറയുന്നുണ്ടല്ലോ. അർബഅത്തും മീനത്തു യൂരി തൊയ്യറു. 4 പക്ഷികളുടെ സ്വഭാവം മോനെ നീ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷി? താഊസുനാദീക്കുൻ ഖുറാബുൻ നസ്റു. ഒന്ന് താഊസ്, മയില്. അവിടെ താഊസുന, നമ്മളെ മയില് എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. താഊസുന നമ്മുടെ മയില്. ദീക്കുൻ പൂവങ്കോഴി, ഖുറാബുൻ കാക്ക, CROW, മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. നമ്മളെ ഈ ജില്ലയിലെ കാക്കയല്ല, മുകളിലൂടെ പറന്നു പോകുന്ന കാക്ക. ഖുറാബുൻ അതാണ്. പിന്നെ നസ്റുൻ, പരുന്ത്. എന്താ ഈ 4 പക്ഷികളുടെ ദുസ്വഭാവം? ഇതാണ് അബ്ദുൽ ഹവക്കാർക്ക് ആകപ്പാടുണ്ടാവുക. കിബറുൻ വ ഷഹ്വത്തുൻ വ ഹിർസുൻ വ ഉജുബ്. ഈ താഊസിനുണ്ടാകുന്ന, മയിലിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കിബറാണ്. കിബർ, പീലി വിടർത്തി കഴിഞ്ഞാൽ മൂപ്പർക്കൊരു തോന്നലാണ് ഞാനാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന്. അങ്ങനെ ഉണ്ടാവും. പർദ്ദൻ്റെ പുറത്ത് മാലയിട്ടാൽ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ഓഡിയിലോ ഫോർച്യൂണറിലോ ഒക്കെ സ്ഥാപനത്തിൽ വന്നിട്ട് 2 ഓണക്കടിക്കുന്ന ആജിയമാർക്ക് അങ്ങനെ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും പുതിയൊരു സംവിധാനമോ മറ്റോ കിട്ടിയാൽ കിബറുണ്ടാവാൻ പാടില്ല. ക്യാൻസറൊക്കെ വന്ന ആകെപ്പാടെ സംഭവിക്കലും മരിക്കുകയേ ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ആവുന്നു ചെയ്യില്ല. അതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? പക്ഷെ കിബർ വന്നാൽ ചത്തുവോ, ഈമാൻ അങ്ങ് നഷ്ടപ്പെടും. അതാണൊരു പ്രശ്നം. ലോകത്തെ എല്ലാ നബിമാരുടെയും ശത്രുക്കളുടെ മെയിൻ പ്രശ്നം കിബറാണ്. കിബറോ ഹസദോ അല്ലാത്ത ഒരു പ്രശ്നം ഒരു നബിയുടെയും ശത്രുവിനുണ്ടാവില്ല. ഇതിൽ 2-1 അവരുടെ പ്രശ്നം ഉണ്ടാവുക. കിബർ, അണുമണിത്തൂക്കം, ഒരു ചെറിയ തരി ഖൽബിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് നുബുവത്തിൻ്റെ നാവ് കൊണ്ട് സ്വർഗോദ്ഘാടനം ചെയ്യേണ്ട ആളാ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വർഗത്തിലേക്കില്ല എന്ന്. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹിയയിൽ എത്രയാ കാര്യങ്ങൾ പറയണത്. അതിലൊന്ന്, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മൂപ്പര് തെറ്റ് തിരുത്തൂല. നീ ആരോ പറയാൻ? സീനിയറായ ആൾ പറഞ്ഞാൽ സ്വീകരിക്കോട്ടോ, തങ്ങളോ ഉസ്താദൊക്കെ പറഞ്ഞാൽ. ഒന്നിച്ചുള്ള സഹഭാരവാഹിയോ താഴെ സർക്കിളിലോ യൂണിറ്റിലുള്ള ആൾ പറയുമ്പോൾ മൂപ്പർക്ക് അല്ല മോനെ നീ ആരോ പറയാം, നമ്മൾ കുറേ കാലമായാലും സങ്കടം കണ്ടോ.
അതാ ഒരു മട്ടം. അതൊരു പ്രശ്നമാണ് സംഭവം. ജൂനിയറായ ആൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ അത് തിരുത്തൂല മുമ്പര്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പറയും നിങ്ങൾ ഓതി ആയത്ത് തെറ്റാണെന്ന്. സ്വീകരിക്കല്ലേ വേണ്ടത്. ഇഹിയാ ഉലൂമുദ്ദീൻ പറയേണ്ടത് 2 കാര്യം പറയണം. ഒന്ന് പറയേണ്ടത് അല്ലാഹ് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. രണ്ടാമത്തത് ജസാക്കല്ലാഹു ഖൈറ, അങ്ങനെ ദുആർന്ന് കൊടുക്കുക വേണ്ടത്. അതല്ലേ വേണ്ടത്. തെറ്റ് തിരുത്താനുള്ള മനസ്സില്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നാണ് അർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ക്യാൻസർ മാറട്ടെ എന്നാൽ ഇവിടുന്ന് ദ്വാരുന്നെങ്കിൽ നിങ്ങൾ ആമീൻ ഈനേക്കാൾ ഊക്കുണ്ടാവും. പക്ഷെ തമ്മിലുള്ള അന്തരം മനസ്സിലാവാത്തതുകൊണ്ട് അത്ര ഊർജം കിട്ടാത്തത്. അതാണ് പ്രശ്നം. കാഷ്ടത്തിലും മൂത്രത്തിലും ഒന്നും കിടന്ന് മരിക്കല്ലേ എന്നങ്ങാനാ ഇവിടുന്ന് ദ്വാരുന്നെങ്കിൽ ഭയങ്കര ആമീനായിരിക്കും. കിബർ മാറട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ ആമീൻ. നമുക്കതിൻ്റെ അന്തരം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒരെണ്ണം മണി തൂക്കമുണ്ടെങ്കിൽ ചിലതൊക്കെ അള്ളാഹു കൺസേൺ ചെയ്യും. പക്ഷെ കിബർ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു നില കടുപ്പിക്കൂല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഭയങ്കര രോഗമാണത്. രണ്ടാമത്തെ ഒരു അലാമത്താണ് വീട്ടുജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടിയാണ്. വീട്ടുജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടി. ഒരു നാണക്കേട്, ഒരു ചമ്മൽ. അത് കിബറിൻ്റെ അലാമത്തായിട്ടാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത്. ഞാനാ ബാത്റൂം കഴുകാനാ, നീ എന്താടി പറയുന്നത്, എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ? അങ്ങനെ മൂപ്പർക്കൊരു തോന്നൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ കറക്കും, അടുക്കള അടിച്ചു വരും, പാത്രം കഴുകും, ആയിഷ ബീവി കുടിച്ച പാല് ബാക്കി കുടിക്കും, ആയിഷ ബീവി കടിച്ച ബാക്കി മാംസം കടിച്ചു തിന്നും, എല്ലാം ചെയ്യും കേട്ടോ. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? 300 കിതാബ് ഈ ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയല്ലേ. അവരുടെ വൈഫ് അസുഖമായിട്ട് കിടത്തത്തിലായപ്പോൾ മൂത്രവും കാഷ്ടമൊക്കെ കിടത്തപ്പായി തന്നെ, അത്രയും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മഹദിക്ക്. അന്നേരം ഷെഹറാൻ ഇമാം ഈ 2 കൈ കൊണ്ട് മുഴുവൻ വൃത്തിയാക്കിയ ആളാണ്. എന്തിനധികം എന്നറിയോ? പാതിരാക്ക് കുട്ടി കരയുന്ന സമയത്ത് ഷെഹറാൻ ഇമാം ആ കുട്ടീൻ്റെ അടുത്ത് മെല്ലെ അപ്പുറത്തേക്ക് പോവും. എന്നിട്ട് ഉറക്കാൻ ശ്രമിക്കും. എന്തിന്? എൻ്റെ ഭാര്യൻ്റെ ഉറക്കം വിഷമണ്ട, ഓൾ ഉറങ്ങിക്കോട്ടെ. കിബർ ഒരു ലെവലേശമില്ലാത്ത സ്വാലിഹീങ്ങളുടെ ചരിത്രമാണിത്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തത് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് ഭയങ്കര നാണക്കേടും മടിയും. അത് കിബറിൻ്റെ അലാമത്താണ്. ഞാൻ ടൗണിൽ പോകാനാ, നീ എന്താ മോളെ പറയുന്നത്? ആകെ 3 ദിവസത്തെ ലീവിന് വന്നിട്ട് മത്തി വാങ്ങാൻ പോകാനോ എന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ അത് കിബറിൻ്റെ അടയാളമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്കയും അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസൊക്കെ എടുത്ത് നടക്കാറുണ്ട് എന്ന് ആ കാലത്തെ ആൾക്കാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 4ാമത്തെ അടയാളം എന്താ കിബറിൻ്റെ? പാവങ്ങൾ വിളിച്ച പരിപാടിക്ക് മൂപ്പര് പോവില്ല. പണക്കാർ വിളിച്ച പരിപാടിക്ക് വേഗം, ഗ്രാൻഡ് മൗലിദിനൊക്കെ വേഗം പോവും. അത് ഏത് മൗലിദിനോടാണ് പ്രേമം? ഗ്രാൻഡാണോ അല്ല മൗലിദുൻ നബിയാണോ എന്ന് വേറെ നോക്കേണ്ടി വരും. അത് നമ്മളെപ്പോഴും ചിന്തിക്കണം. പാവങ്ങൾ വിളിച്ച പരിപാടിക്ക് മൂപ്പര് പോവില്ല. അത് കിബറിൻ്റെ അലാമത്തായി ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വന്നു പോയാൽ തീർന്നില്ല നമ്മൾ ഈ ലോകം മുഴുവൻ. പിന്നെ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അപ്പോൾ അതാണ് ഈ ചങ്ങായിയുടെ പ്രശ്നം. ആരുടെ? മയിലിൻ്റെ, പീക്കോക്കിൻ്റെ പ്രശ്നം. അതാ കിബറുണ്ടാവും. അത് മണിക്കൂറുകളോളം പറയേണ്ടതാണ്, നേരമില്ല, ചുരുക്കമാണ്. അടുത്തതേതാ? ദീക്ക്, പൂവൻകോഴി. ഈ പൂവൻകോഴിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അമിതമായ ലൈംഗിക ദാഹം. മൂപ്പരുടെ പ്രശ്നം അതാണ്. മനുഷ്യന് പ്രകൃതിയായി ഉണ്ടാവും, പക്ഷെ ഒരു പെടക്കോയിയായി എല്ലാ സുഖവും കഴിഞ്ഞിട്ട് ഈ പൂവൻകോഴി വരുമ്പോൾ ഒരു പെടക്കോയി അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോവും. അതാണ് ഈ പൂവൻകോഴിൻ്റെ പ്രശ്നം. അതേപോലെ നല്ല ഭാര്യ ഉണ്ടാവും, എന്നാലും ഉണ്ടാവും മൂപ്പര് +2 പെൺപിള്ളേരെ നോക്കും, ഒരു സുഖക്കുറവ് ഉണ്ടാവും. അങ്ങനെ അതാണ് ഈ ദീക്കിൻ്റെ പ്രശ്നം. ഉറാബിൻ്റെ പ്രശ്നം എന്താ? ഉറാബ് എന്ന് പറഞ്ഞ കാക്കൻ്റെ പ്രശ്നം ഹിർസാണ്, ആർത്തി, അലച്ച. എത്ര കിട്ടിയാലും മൂപ്പർക്ക് അലച്ചയാണ്. കിട്ടിയാലും മതിയാവില്ല. അങ്ങനെ ഉണ്ടല്ലോ കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വയറ് നിറയെ ഫുഡ് കഴിച്ചാലും ഒരു എലി ചത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോവും. അതേപോലെ മന്തി,
സാദാ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, പത്തൽ, ഇതെല്ലാം കഴിച്ച് ആംബുലൻസിൻ്റെ ഓണടിക്കുന്ന മുതൽ എല്ലാം കഴിഞ്ഞ്. എന്നാലും ചോദിക്കും പുഡിങ്ങില്ലേന്ന്. അങ്ങനെയുണ്ട് ചില ആൾ. അത് കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നാൽ മധുരം നിർത്തിയതാണ്, പിന്നെ ഉസ്താദ് തന്ന സ്ഥിതിക്ക് ഏതായാലും കുറച്ച് താന്നു. അങ്ങനെ എല്ലാ ഗസ്റ്റും വീട്ടിൽ നിന്ന് തിരിച്ചു പോയി. മൂപ്പര് ഗസ്റ്റിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതാണ്. കിച്ചണിലേക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ട്രൈ കൊണ്ടുപോകുമ്പോൾ ഒരു വത്തക്ക അത് തിന്നിട്ടേ പോകും മൂപ്പർ. ഇതൊരു നാടൻ ആർത്തിയുടെ ഉദാഹരണമാണ്. ഇതിനൊരു ഫോറൈൻ ആർത്തിയിലേക്ക് വരാം. ഫോറൈൻ ഉപ്പ ഗൾഫ് തോന്നുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന സ്ഥിതി ഒരു അവസ്ഥയിൽ ഒരു നല്ല ഫോണ് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ ഐഫോണാണ്. പക്ഷെ നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഫോൺ റിലീസാക്കിയത്. സോ ആ ഫോൺ ആവശ്യമൊന്നുമില്ല. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 1,08,000 രൂപ ഉണ്ട് അതിന് വില. ആവശ്യമില്ല, ഐഫോൺ വേണ്ട, നമ്മൾ തന്നെ വെച്ചതാണ്. മാത്രമല്ല ഉപ്പ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുവന്നായിരിക്കും എന്ന് നമ്മൾ എന്നെ ഗസ് ചെയ്തു. പിറ്റേന്നും ആ ഫോൺ അവിടെ തന്നെ കണ്ടപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ആരതാ? അറിയില്ല മോനെ, ഉപ്പതാ. നീ ചോദിച്ചു നോക്ക്. ഉപ്പ അതെൻ്റെ അറബി ഞാൻ റിട്ടയർഡായിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, മഹ്മൂദെ നീ ഏതായാലും പോകുന്നതല്ലേ, നിനക്കൊരു ഗിഫ്റ്റ് തരാം, ഹദിയ തരാം എന്നിട്ട് തന്നതാണ്. എനിക്ക് ഇന്നെപ്പോലത്തെ 4 മക്കളുണ്ടല്ലോ, നീ അടക്കം, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുന്നതാണ്. എനിക്ക് നിങ്ങൾ ഐഫോണും കുയ്ഫോണൊന്നും വേണ്ട. അങ്ങനെ ഉപ്പ പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും. ആർക്കും വേണ്ടെങ്കിൽ ഇതന്നെ ആർത്തി, അല്ലാണ്ട് വന്ദേ ഭാരതിൻ്റെ ഡ്രൈവറെ പേരൊന്നുമല്ല ആർത്തിന്ന്. ഇതന്നെ ഈ ആർത്തി എന്ന് പറഞ്ഞാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയത്. എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പേടിക്കണ കാര്യമായിട്ട് പറഞ്ഞത് അതാ. 2 പർവ്വതം സ്വർണ്ണമായെങ്കിലും പിന്നെ നമ്മൾ വിചാരിക്കും ഒരു ഷോപ്പും കൂടി തുടങ്ങാം. മൊത്തത്തിൽ കിട്ടുന്ന ശമ്പളം മൊത്തത്തിൽ ഉഷാറാണെങ്കിലും എന്നാലും വിചാരിക്കും വേറെ എവിടെന്നെങ്കിലും ഒന്നുകൂടി കിട്ടുമോ. ഇതാണ് ആർത്തി എന്ന് പറയുന്നത്. ആർത്തി. ഇതാണ് ഈ അബ്ദുൽ ഹവക്കാരുടെ പ്രശ്നം. പിന്നെ ഉള്ള ഒരു ജീവി നസ്ർ, പരുന്താണ്. പരുന്തിൻ്റെ പ്രശ്നം ഉജുബാണ്. ഞാൻ മുകളിലെത്തിപ്പോയി എന്നുള്ള ചിന്ത, താഴെ ഇറങ്ങൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വീട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. ഒരു ഉമ്മ മോളോട് പറയുന്നുണ്ട്, ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിൻ്റെ പാല് കറന്നെന്ന ആൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ഒരു ഖലീഫയായല്ലോ, ഇനി നമുക്ക് ഓരെ കിട്ടുമോ? കാരണം ഒരു ഖലീഫയായ സ്ഥിതിക്ക് നമുക്കെങ്ങനെ ഓരെ കിട്ടുക? അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ പോയിട്ട് പറയാം, ജാമിഉൽ ഉലൂം വൽ ഹികമിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയേണ്ട ഈ ആശയം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് പറയാം, ഇന്നലെ വരെ ഒട്ടകത്തിനെ കറന്നെന്നാൾ ഇന്നും വന്നോളും എന്ന് പറഞ്ഞാൽ സോണിലെത്തി എന്നതുകൊണ്ട് യൂണിറ്റിൽ സുന്നി വോയിസിന് ഇറങ്ങാതിരിക്കൂല എന്നാണ് അതിൻ്റെ വ്യാഖ്യാതാക്കൾ പറയേണ്ടത്. യെസ്, നമുക്കങ്ങനെ മുകളിലെത്തിപ്പോയി എന്നുള്ളൊരു തോന്നലൊന്നും വരാൻ പാടില്ല. അവിടെ താഴെ ഇറങ്ങി ഭൂമിയിലൂടെ നടന്നാൽ മതി. മണ്ണാവണം എന്നാണ് പറയുന്നത്, തീയാവരുത്. തീക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കനലാണെങ്കിലും എന്നിട്ട് മേലെത്താനുള്ളൊരു കളി ഉണ്ടാവും. അതാണ് ഇബ്ലീസിൻ്റെ കളി. അതാണ് ഉജുബ്, അതാണ് കിബർ, അതാണ് എല്ലാ അസുഖങ്ങളും. മണ്ണ് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശ്രേഷ്ഠ ഗുണമാണ്. മണ്ണ് എപ്പോഴും താഴോട്ടാണ് പോവുക. നമ്മളൊരു വീടിന് തറ കെട്ടിയിട്ട് 3 ലോഡ് മണ്ണിറക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഷോപ്പുകാരോട് ആ മണ്ണ് കൊണ്ടുവന്ന ലോഡുകാരോടേക്കും 3 ലോഡാ, എന്ത് ലോഡ് കാണാനില്ലല്ലോ, കണ്ടോ, അത് താണോണ്ടേയിരിക്കും. ഈ ഇൻഡോർ പരിപാടിയിൽ ഈ പരിപാടിയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കണം. അതാണ് അബ്ദുൽ ഹവാ എന്ന് പറഞ്ഞു. അബ്ദുൽ ഹവാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു തോറ്റ ടീമാണ് അബ്ദുദ്ദീനാർ. അവരാരാ? പണത്തിൻ്റെ അടിമയാണ്. പണത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ആദ്യം അത് പറയാം. ദീനാർ എന്ന് പറഞ്ഞാൽ കുറേ ടേം ഉണ്ട്. ഇപ്പം പണം നമുക്ക് അർത്ഥം വെക്കാം. ദീനാർ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നരകവും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ദീൻ പ്ലസ് നാർ ഈസ് ഈക്വൽ ടു ദീനാർ എന്ന് പേര് വരുന്നത്. അങ്ങനെ വാങ്ങുന്നവരുണ്ടല്ലോ, ദീൻ വാങ്ങുന്ന എത്ര മഹാന്മാരുണ്ട്. എത്ര മഹാന്മാർ ദീൻ വാങ്ങിയിട്ടുണ്ട് പണം കൊണ്ട്. അതേ പണം കൊണ്ട് തന്നെ നരകം വാങ്ങിയ ധിക്കാരികളും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ചരിത്രത്തിൽ. ആരാണ് ഈ അബ്ദുദ്ദീനാർ എന്ന് പറഞ്ഞാൽ? തൈസ അബ്ദുദ്ദീനാർ. പണത്തിൻ്റെ വേക്കിൽ പോകുന്നു, തോറ്റുപോയിരിക്കുന്നു. അതെന്താ അവരുടെ തോക്കാൻ കാരണം എന്താ? അവർ തോറ്റുപോകാനുള്ള കാരണം എന്താ? ഈ പണത്തിൻ്റെ അടിമകളും കാൽക്കുലേറ്ററും തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും.
അവർ ഒരു ജ്യേഷ്ഠനെ പോലെ ഗൈഡായിട്ട് കാണും കാൽക്കുലേറ്ററാണ് എന്ന് പറഞ്ഞാൽ മൂപ്പരെന്ത് ചെയ്യുമ്പോൾ മൂപ്പരിങ്ങനെ കണക്കൂട്ടും. എനിക്കെന്ത് പണം കിട്ടും, എനിക്കെന്ത് പണം നഷ്ടമാകും. ഇതാണ് മൂപ്പരുടെ ജീവിതത്തിൻ്റെ മെയിൻ ഹോബി. എടാ ഉസ്താദിനൊന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. അപ്പോൾ ഇയാൾ അബ്ദുദ്ദീനാറാണെങ്കിൽ 400 രൂപൻ്റെ പെട്രോള് പോകും, ചെറിയ നിൻ്റെ കാർ ഷെഫീക്കിന് കൊടുക്കോ. അല്ലോ ഇന്നലെ വണ്ടി ഓഫായിക്കൊണ്ടിരിക്കുന്നു. കണ്ട, ഇതാണ് ഈ അബ്ദുദ്ദീനാറിൻ്റെ ഒരു പ്രശ്നം. മൂപ്പരിക്ക് പണം ലാഭം കിട്ടണ പരിപാടിക്കല്ലാതെ മൂപ്പര് നിൽക്കില്ല. നീ ആ റിയൽ എസ്റ്റേറ്റ് പരിപാടിയല്ലേ നടത്തുന്നത്? അതെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് നീ നിന്നിട്ടില്ലേ? ഇല്ല. അതെന്തേ? അത് കാർണോറാണ് അത് വാങ്ങുന്നത്, അമ്മാവൻ ഇക്കയാണ് വാങ്ങുന്നത്, എനിക്കൊന്നും ചില്ലറ കിട്ടൂല, ഞാൻ പിന്നെ അതിന് നിന്നില്ല. കേട്ടോ, മൂപ്പരൊരു കാര്യത്തിന് നിൽക്കണമെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടണം. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അവിടെ പോയാൽ എനിക്കെത്ര കിട്ടും? വൈഫ് പറഞ്ഞ ഒരു 2 കിലോ ആപ്പിൾ വാങ്ങണം. 2 കിലോ? അതെ, സലാഡാക്കാൻ, കസ്റ്റർഡാക്കാൻ. അപ്പോൾ ഇയാൾ കണക്കൂട്ടി 2 കിലോ എന്ന് പറഞ്ഞാൽ 200 + 200 400 രൂപ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ 200 എന്നല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് 2 കിലോ ആപ്പിൾ പറഞ്ഞപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിച്ചു, 2,200 ഉണ്ട്, എന്താ? വേണ്ട 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 എന്ന് പറയാൻ കാരണം ഇതാണ്, ഇത് കാൽക്കുലേറ്ററാണ് സംഭവം. അപ്പോൾ ഷോപ്പ് കീപ്പർ വലിയൊരു ആപ്പിളോ 2 ആപ്പിളോ ഇപ്പുറത്തിട്ടപ്പോൾ അയാളോട് ചോദിച്ചു, 1,800 ഉള്ളൂ, എന്തേ? എടുത്തോന്ന്. ഒരു 40 രൂപ ലാഭം കിട്ടുന്നതിനായി കളിക്കുന്നു, എടുത്തു. അങ്ങനെ ഒരു പിശുക്കനായി ജീവിക്കുന്ന ആളാണ് അബ്ദുദ്ദീനാർ എന്ന് പറഞ്ഞാൽ. അയാൾക്ക് 2 പ്രശ്നം ഉണ്ടാവും. അയാൾ ആർത്തി ഉണ്ടാവും, പിശുക്കനും ആവും. അതാണ് ആ 2 പ്രശ്നമാണ് ഈ അബ്ദുദ്ദീനാർ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നണം നമ്മളിൽ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ ഒരു തോറ്റ ടീമാണ് അബ്ദുസ്സൗജ, ഭാര്യൻ്റെ അടിമ. നമ്മളെ നാട്ടിൽ അതിന് പെൺകൂസൻ എന്നാ പറയില്ല, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പെൺകൂസൻ. ഭാര്യമാരെ സന്തോഷിപ്പിക്കണം, അവരുടെ തൃപ്തി വാങ്ങണം, അപ്പോഴാണ് നമ്മൾ റാങ്ക് നമ്പർ 1 ആവുക. ഒക്കെ ശരിയാണ്. ഉദാഹരണത്തിന് ഒരു കുപ്പി വെള്ളം നമുക്ക് തന്നിട്ട് ഭാര്യ പറയാണ്, ഇതാരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിക്കോ, ഇനി തങ്ങളെ കിട്ടിയില്ല ഉസ്താദിനെ കിട്ടിയില്ല എന്ന് മറ്റും നിങ്ങളെപ്പം പതിവ് പല്ലവി എടുക്കരുത്. ഒരു നല്ല ആളെന്ന് തോന്നുന്ന ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിക്കോ, എനിക്ക് അടിവയറ് ഭയങ്കരമായിട്ട് വേദന ഉണ്ട്, നിങ്ങളൊരു തങ്ങളെ കിട്ടിയില്ല ഉസ്താദിനെ കിട്ടിയില്ല എന്ന് പറയണ്ട്, നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിച്ചേരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങ മന്ദിരിക്കണ്ട, ഇങ്ങ സോവിക്ക് എത്ര മണിക്കാണ് ഈഗൽ നമുക്കറിയാതും കൂടിയാണ് അതിൻ്റെ ഷുറാഹ് പറയുക. അതാണ് ഖൈറുക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നാട്ടിൽ സജീവ പ്രവർത്തനം ഇടുക, കോട്ടിടുക, വളണ്ടിയർ ആവുക എന്നുള്ളതല്ല. നിങ്ങളെ ഭാര്യൻ്റെ അടുത്ത് നിങ്ങൾക്ക് റാങ്ക് നമ്പർ 1 കിട്ടിയെങ്കിൽ യു ഹാവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്, യു ഹാവ് പാസ്ഡ്, നീ വിജയിച്ചു. അതാണ് ഇസ്ലാം. അതാണ് ഖൈറുക്കും എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഭാര്യൻ്റെ അടിമാവാനും പാടില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, തമാശ പറഞ്ഞ് നീ ഒരു പെൺകൂസനാവാൻ പാടില്ല. സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം, ഒക്കെ വേണം. ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാമ്പും കാതലുമായ കാര്യം. ഇത് വേണമെങ്കിൽ ഒരു മുഖദ്ദിമ എന്ന് പറയാം. ചിലപ്പോൾ മുഖദ്ദിമ ഒരു കിതാബാണ്. എൻ്റെ അല്ലിത്തുഖാൻ ഒരു മുഖദ്ദിമയാണ് സുയുദ്ദീമാവിൻ്റെ, അതെന്നെ ഒരു കിതാബാണ്. അല്ലിത്തുഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ഷർമുദ്ദിബിൻ്റെ മുഖദ്ദിമ ഒരു കിതാബാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഒരു കിതാബാണ്. അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് ക്ഷണിക്കുന്നത്. ആരാണ് ഈ ലോകത്ത് വിജയിച്ച ആൾ? വളരെ ന്യൂനപക്ഷമാണെങ്കിലും വിജയിച്ച ടീമാരാണ്? അബ്ദുള്ളമാരാണ്. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർക്ക് പ്രധാനമായിട്ടും 5 ക്വാളിറ്റീസ് ഉണ്ടാവും. പ്രധാനമാണ് കേട്ടോ, ഇനിയും ഉണ്ടാകും, പക്ഷേ ഈ 5 ഏകദേശം ഉൾക്കൊള്ളിട്ടുണ്ടാവും. വിശദ പഠനത്തിന് ഇമാം അബ്ദുൽ വഹാബ് ഷെഹറാനി റഹിമഹുല്ലയുടെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന കിതാബ് നോക്കിയാൽ മതി. ആരാണ് അബ്ദുള്ള? 1, അവരെന്തു പറയുമ്പോഴും ഞാൻ എന്ന് പറയുന്ന പ്രയോഗമോ എനിക്ക് എന്നുള്ള ചിന്തയോ അവർക്ക് ഉണ്ടാവില്ല. അതാണ് മെയിൻ സംഗതി. ലോകത്ത് ഏറ്റവും നല്ല അബ്ദുള്ള ആരാ? മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ഞാൻ അബ്ദാണ് എന്ന് പറയലാണ്. അതുകൊണ്ടാണ് വാഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു കഴിഞ്ഞിട്ട് എന്ത് പറയൽ? വ റസൂലുഹു പറയൽ. ഞാനൊരു അടിമ.
അങ്ങനെ പറയാനാ തങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം. ആ ഇഷ്ടം മനസ്സിലാക്കിയോണ്ട് തന്നെയാണ് അള്ളാഹു നമ്മളെയും കൂടി പഠിപ്പിക്കാൻ തങ്ങൾക്ക് കൊടുത്ത എല്ലാ സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും നോക്കിക്കോ അബ്ദ് എന്നായിരിക്കും പ്രയോഗിക്കുക. ഏറ്റവും വലിയ സമ്മാനം ഖുർആനാ. നമ്മൾ ഇന്നോതി അൽ കഹ്ഫിൻ്റെ ആദ്യായത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസലാല എൻ്റെ അടിമക്ക് ഞാൻ സമ്മാനം കൊടുത്തതാ പറയണം. എൻ്റെ അടിമക്ക് തങ്ങളെ കൂട്ടിയിട്ടുള്ള ഏറ്റവും നല്ല യാത്ര അള്ളാഹു കൊണ്ടുപോയത് ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റ, എൻ്റെ അടിമനെ ഞാൻ കൊണ്ടുപോയി. കൊടുത്തിട്ട് പലതും കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട, ഞാൻ പലതും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് വാവുഹ ഇല അബ്ദിഹി മാവുഹ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുള്ളൂ. അതാണ് ലോകത്തെ ഏറ്റവും നല്ല പോസ്റ്റാണ് ഈ അബ്ദുള്ള എന്ന്. ഞാൻ അള്ളാൻ്റെ അണ്ടറിലാന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. ഈ ചിലപ്പോൾ ഈ ഗൾഫ് രാജ്യത്തൊക്കെ എന്തിനെങ്കിലുമൊക്കെ കലക്ഷനൊക്കെ പോയാൽ ചില സ്റ്റാഫ് പറയും മുതലാളി വന്നിട്ടില്ല, നമ്മളിവിടെ സ്റ്റാഫ് മാത്രമാണ്. മുതലാളിക്ക് വിട്ടുകൊടുക്കുമല്ലോ അല്ലേ? ഞാൻ അബ്ദുള്ളയാന്ന് പറഞ്ഞാൽ ഞാനല്ല ഇതിൻ്റെ ആള്, അള്ളയാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ കേട്ടോ, എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമാണത്. ഞാനുണ്ടാവില്ല അവിടെ, ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് അബ്ദുള്ളമാരുടെ ക്വാളിറ്റി. എനിക്ക് പീസ് കിട്ടിയിട്ടില്ല ബിരിയാണിയിലേ, അതും 4 മക്കൾ ഉപ്പേല പറയൽ നാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് പീസ് കിട്ടിയിട്ടില്ല, എനിക്ക് ബാഡ്ജില്ല, എനിക്ക് കോട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ചൊരു കിതാബുണ്ടല്ലോ, കിതാബിൻ്റെ തന്നെ പേരെന്താ അറിയോ? ഹത്തിം സ്വനമക്ക്. നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കുകയല്ലേ നീ ചെയ്യണത്? നീ എപ്പോഴാണ് ഒന്ന് അള്ളാനെ ആരാധിക്കുക? നീ എത്ര കാലമായി ഈ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കണത്? ഹത്തിം സ്വനമക്ക്. നീ ആ ബിംബത്തിനെ പൊളിക്ക്. എന്നിട്ട് വക്കുൻ ഇൻദ നഫ്സിക സഗീറ, നിൻ്റെ ഉള്ളിൽ തന്നെ നീ ചെറുതാകൂ. എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല, നമ്മളൊന്ന് കമ്മിറ്റിയിലുണ്ടാകും. അങ്ങനെയുണ്ട് ചില ആൾ അവിടെ ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ പറയില്ലേ, ഞാൻ കമ്മിറ്റി കയറാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ പുതിയ എടുത്ത കമ്മിറ്റി നമുക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോഴും ഒപ്പര് ഷറഹതും എന്ത്, എനിക്ക് കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ടൊന്നല്ലോ. ഏതാ ഉടായിപ്പ്? അതിലൊന്നും നമ്മളൊരു അബ്ദുള്ളയാവൻ. ഞാനെന്ന് പറയുന്നതിനെ കത്തിച്ച് കളയുക. ദബഹുൻ നഫ്സ് എന്ന് പറയും അതിന്. സൂഫിസം ആരംഭിക്കണ തന്നെ അവിടെയാണ്. ദബഹുൻ നഫ്സ് ഞാനെന്ന് പറയുന്ന സാധനത്തിന് അറുത്തുകളെ ഒഴിവാക്കുക. അതിനാ അസ്സാലിമാം ആകപ്പാടെ അധ്വാനിച്ച് ഇഹിയ ഉലുമുദ്ദീൻ എഴുതി, അത് പഠിപ്പിക്കാൻ. അതിനായി മഹ്ദൂമങ്ങൾ അതുക്കി എഴുതിയത്. അതിനാണ് റിസാലത്തുൽ കുശൈരി വന്നത്. അതിനാണ് ഈ ലോകത്തെ മുഴുവൻ ഇമാമിങ്ങളും ആധ്യാത്മിക ലോകത്ത് കിതാബ് എഴുതിയത്. മോനെ, നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ നീ കത്തിച്ച് കളയൂ, ഡിലീറ്റാക്കി കളയൂ, ഫോർമാറ്റ് ചെയ്യൂ. ഇത് പഠിപ്പിക്കാനാ ആകപ്പാട് ആത്മീയ മജ്ലിസുകൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്തിങ്ങനെ മുട്ടിങ്ങനെ കുത്തിയിട്ട് താഴെ ഇങ്ങനെ ഇരിക്കണത് ചേർത്ത് വെച്ചിട്ട് അതിന് തങ്ങളെന്താ പറഞ്ഞെന്നറിയോ? അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം കേട്ടോ. നമ്മളൊരടിമ. തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലു കമാ യക്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. നമ്മക്കെന്ത് കുഷൻ. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് തങ്ങളോട് ചോദിച്ചു, രാജാവാകുന്ന നബിയാകുന്നോ അല്ല അടിമയാകുന്ന നബിയാണോ? എനിക്ക് രണ്ടാമത്തെ മതി. ഇത് രാജാവ് കേട്ടോ. ഇതാണ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ. ഈ മെയ്ക്കാറ്റ് ഊരിയിട്ട് നമുക്കാർക്കെങ്കിലും മെയ്ക്ക് തന്നിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളെ പിള്ളേർ എന്താ പരിചയപ്പെടൽ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, PG കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, PG ചെയ്യണമെന്നുണ്ട്, 2 പേപ്പർ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൊടുക്കണമെന്നുള്ളത്. കണ്ടോ, എങ്ങനെയെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുക്കും. ഇനി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ SSFൻ്റെ കുട്ടികളെങ്ങാനും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ വന്നു. അവർ പറഞ്ഞു, വൈലത്തൂർ ബ്ലോക്കിൽ കുടുങ്ങിയതാണ് ഉസ്താദ്, ഡിലേ ആയിപ്പോയോ, പൊരുത്തപ്പെടണമെന്നൊക്കെ അവർ കൺവിൻസ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദ് നേരത്തെ ഇറങ്ങിയോ ഇല്ലയോ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ, അതിനേ ഉത്തരം കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ കിബിറ് സമ്മതിക്കൂല. ഞാനെന്ത് പറയുന്നു വെച്ചാൽ 9:30 വന്നേ ഭാരതിൽ വന്നു എന്ന് പറയും. ഈ വന്നേ ഭാരത് എന്ന അണ്ടകടാഹാട പറയേണ്ട ഒരാവശ്യമില്ല. എന്നാലും അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ പോലത്തെ ലോക്കൽ ട്രെയിനിലൊന്നല്ല എൻ്റെ യാത്ര, ഞാൻ ലെവൽ തന്നെ മാറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം റസൂൽ പറയണത് ഇന്നീ അനാപ്ത്, ഞാനൊരടിമയാണ്. കണ്ടങ്ങൾ ഇത് ആത്മീയ മേഖലയിലും ഉണ്ടാവും കേട്ടോ. ചിലർ ഇങ്ങോട്ട് ഫോൺ വിളിക്കും,
എന്നിട്ട് പറയും ഞാൻ ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്തിനാ ഇപ്പം വിളിച്ചപ്പോൾ? അപ്പം എന്തിനാ ഇപ്പം വിളിച്ചെന്തിനാ? ഇങ്ങോട്ട് വോയിസ് അയക്കുന്നതാണ്, ഞാൻ തങ്ങളുടെ അടുത്താണ് ഉള്ളത്, നിങ്ങൾക്ക് ദ്വാരപ്പിക്കാം കുറച്ച്. കേട്ടാ, മദീനയിലെത്തിയ അവിടെ സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, ആഷിഖീങ്ങളെ ഏൽപ്പിച്ച സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിലൊക്കെ ഒരു സുഖക്കുറവുണ്ട് മനുഷ്യന്മാരെ. മാർക്കറ്റ് പുതിയ ഏരിയകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ബിംബത്തിനെ കത്തിച്ച് കളയാൻ നമുക്ക് ശക്തി ഉണ്ടാവണം. അതിനാണ് ഇത്തരം മജ്ലിസുകൾ, ക്ലാസ്സുകൾ എന്ന് നമ്മൾ വിചാരപ്പെടണം. ഹത്തിം സ്വനം അത് പൊട്ടിച്ചേക്ക്. രണ്ടാമത്തെ എന്താണെന്നറിയോ? അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ ക്വാളിറ്റി, എന്ത് നിഅമത്ത് കിട്ടിയാലും അള്ളാഹ്ക്ക് സമർപ്പിക്കും. അത് അബ്ദുള്ളാൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എത്തിയപ്പം ചോദിച്ചല്ലോ, അല്ല മറിയം, ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട്സ് മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല, സീസൺ അല്ലല്ലോ ഈ ഫ്രൂട്ട്സിൻ്റെ, ഇതെവിടെ നിന്ന് കിട്ടി? സീസൺ അല്ലാത്ത കാലത്തെ ഫ്രൂട്ട്സ്, വളരെ ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സ് ആണല്ലോ ഇവിടെ ഉള്ളത്. അന്നാലക്കി ഹാദ, അല്ല മറിയം, ഇതെവിടെ നിന്ന് കിട്ടി? അപ്പം മറിയം ബീവിക്ക് എന്തൊക്കെ പറയാം, സൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ട് അള്ള തന്നു എന്നൊക്കെ പറയാലോ. പക്ഷെ മറിയം ബീവി പറഞ്ഞത്, ഈ മിന്നിന്തില്ല, അത് അള്ള തന്നെയാണ്, അള്ള തന്നെയാണ്. അമ്മക്ക് എന്ത്, അത് അള്ള തന്നു, അള്ള ഇങ്ങനെ തരുമ്പോൾ വാങ്ങാന്നല്ലാതെ വേറെ. കണ്ടോ? അതേ സമയത്ത് നമ്മളെന്താ പറയൽ? എങ്ങനെയാ മോനെ ഇത്രയും മാർക്കോടെ പാസ്സായത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും, പിന്നെ 9 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയും, നമുക്കേ ക്രെഡിറ്റ് ഉണ്ടാക്കൂ. ഇനി വേറെ കുറച്ച് മുതിർന്ന ആളോട്, അജയരെ ഷോപ്പൊക്കെ എങ്ങനെ ബർക്കത്തോടെ പോകുന്നുണ്ടല്ലേ, എങ്ങനെ ഈ ഷോപ്പ് ഇത്രയും തുടങ്ങിയിട്ട്? ഉസ്താദേ, ഇതൊക്കെ ഒരു മാർക്കറ്റാണ്, മാർക്കറ്റ്. കണ്ടോ? ഇനി ഒരു പരിപാടി കഴിഞ്ഞാലോ, പരിപാടി എങ്ങനെയുണ്ട്? 3 ദിവസം ഈ പ്രാവശ്യം റിവ്യൂ ലെവൽ അടിപൊളി, ആരാ കൺവീനർ നോക്കണോ? ആ കോളർ എനിക്കെല്ലാം തീർന്നു മോനെ, എല്ലാം പോയി. അന്നേരം മറിയം പോയി പറയണം, ഹിയമിൻ്റെ അത് അള്ള തന്നെയാണ്. കേട്ടോ, അള്ള തന്നെയാണ്. അതിലേക്ക് താവാനല്ല പറയണത്, അതിലേക്ക് ഉയരാനാണ് പറയണത്. അബ്ദുള്ളയാവണം, അതാണ് പറയണത്. അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കണം. നമുക്ക് എന്തുസ്താദേ? അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, അത്താഴം കഴിക്കാനുള്ള ഫുഡ് നമുക്ക് അള്ള തന്നു, മഗ്‌രിബ് വരെ പിടിച്ചിരിക്കാനുള്ള ശക്തി അള്ള തന്നെയാണ് തന്നത്. മഗ്‌രിബിന് നോമ്പ് തുറക്കാനുള്ള ഫുഡ്, രാത്രി തറാവി കഴിഞ്ഞിട്ടുള്ള ഫുഡ്, പിന്നെ തറാവി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കഴിക്കേണ്ടത്, അതും ഇതൊക്കെ അള്ള തന്നിട്ട് അള്ള പറയാം, നിങ്ങൾക്ക് ഞാൻ കൂലി തരാം. നമ്മ എന്തിപ്പോൾ കാര്യമായിട്ട് ചെയ്തത്? അള്ള എങ്ങാനും നോമ്പ് വെക്കാൻ കഴിയുമെന്നില്ലെങ്കിൽ ഇതെടുക്കോ? നോമ്പ് തുറക്കാനും അത്താഴത്തിനും ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടക്കുമോ? കണ്ടോ? ഇത് ഹിക്കമിൽ വളരെ വിശദമായി ആശയം പറയുന്നുണ്ട്. പഠനത്തിന് അവിടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത്, അബ്ദുള്ളമാരുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ സുന്നത്തുകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കിയവരായിരിക്കും. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏക വാതിൽ സുന്നത്തുകളുടെ അധ്യായമാണ്. വേറെ ഒരു വാതിലും ലോകത്തില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യായമാണ്. സുന്നത്തുകളോട് വലിയ പരിഗണനയായിരിക്കും അവർക്ക്. നമ്മളെ ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, മുഹിമ്മാത്തിൻ്റെ എല്ലാമായിരുന്ന നേതാവ്. അവർ അസുഖബാധിതയായ ഘട്ടത്തിൽ പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാം ഉണ്ട്. ലാസ്റ്റ് ഡയാലിസിസ് ചെയ്യുന്നിടത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കാലത്ത് ഹോസ്പിറ്റലിലായ സമയത്ത് തങ്ങൾ ഉസ്താദ് വുളു എടുപ്പിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ വുളു എടുത്ത് ലാസ്റ്റ് എത്തിയപ്പോൾ തങ്ങളിങ്ങനെ കുനിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിലിൻ്റെ മേലെ നിന്ന് കുനിയാനൊട്ട് വയറ് ചുരുട്ടാനൊട്ട് കഴിയുന്നുമില്ല, കുനിഞ്ഞിട്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ വെച്ച് എന്താ ഇപ്പോൾ തങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തോ കയ്യായിക്കുണ്ടല്ലോ, കുറേ തവണയാണല്ലോ കുനിയണത്. അതിപ്പോൾ കാല് കഴുകുന്ന സമയത്ത് കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇടത്തേക്ക് അതിൻ്റെ ചെറുവിരലുകൊണ്ട് ചിക്ക കറ്റുക എന്നുള്ള സുന്നത്തില്ലേ, ആ സുന്നത്ത് എടുക്കാൻ ശ്രമിക്കണം. പക്ഷെ നമുക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സുന്നികളുടെ അടയാളം കണ്ടങ്ങൾ. എന്നെങ്കിലും കാല് കഴുകുന്ന സമയത്തേ, ഇശാ നിസ്കാരത്തിനോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് കാല് കഴുകുമ്പോൾ കുനിയാനൊട്ടും മടി നമുക്ക് വരുന്നുണ്ടെങ്കിൽ അഹ്ദൽ തങ്ങൾ ഉപ്പാപ്പനെ മനസ്സിലൊന്ന് കൊണ്ടുവന്നാൽ മതി. ആ ഉപ്പാപ്പയിലൂടെ നമുക്ക്
ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് എത്താൻ പറ്റും. സുന്നത്ത് നമ്മൾ എടുക്കണം, സുന്നത്തുണ്ടാവണം നമ്മളെ ജീവിതത്തിൽ. ഇജാലിൻ നവാഫില കൽ ഫറാഇൽ, സുന്നത്തിനെ ഫർള് പോലെ പരിഗണിച്ച് തുടങ്ങണം നമ്മൾ. അപ്പോഴല്ലേ റബീഉൽ അവ്വലൊക്കെ സാർത്ഥകാവുക. അങ്ങനെയല്ലേ നമ്മളെ ജീവിതത്തിനെ ഹയാത്താക്കേണ്ടത്. സമാനമായ ചരിത്രം മുൻഗാമികളിലൊക്കെ ഉണ്ട്. അൽ ബിദായത്തു വന്നിഹായിൽ ഹാഫിദ് ഇബ്നു കസീർ പറയുണ്ടല്ലോ, അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താവാനിരിക്കുന്ന ഘട്ടം, വഅതഖല ലിസാനുഹു, നാവിന് സംസാരശേഷിയൊക്കെ പോയി. ശിഷ്യനെ ആക്ഷനിലൂടെ വിളിച്ചു. വുളൂടിപ്പിക്കാനാണ് ഉസ്താദ് ആക്ഷൻ കാണിക്കുന്നതെന്ന് ശിഷ്യന് മനസ്സിലായി. അങ്ങനെ മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് തുപ്പി മുഖം കഴുകി കൈ കഴുകാനിരിക്കുമ്പോൾ ഉസ്താദിന് എന്തോ ഒരു അസ്വസ്ഥത. എന്താ അസ്വസ്ഥത? ഈ താടി നീണ്ട കാലം മുതൽ ഇന്നേ വരെ താടിയുടെ ഉള്ളിൽ വെള്ളം എത്തിക്കുക എന്നുള്ള സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ നബിയോരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകുമ്പോൾ ഞാനെങ്ങനെ ഒഴിവാക്കുക? ആ കയ്യാത്ത കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇടത്തെ കൈ കൊണ്ട് ഈ താടീൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാലത്ത് റൂഹുഹു, ആ സുന്നിയായ നേതാവ് വഫാത്തായി. വുളൂ എന്ന് പറഞ്ഞാൽ മുഖവും കൈയും കാലും കഴുകുന്ന ഒരു ചടങ്ങൊന്നുമല്ല. 100-ലധികം സുന്നത്തെടുക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് വുളൂ എന്ന് പറഞ്ഞാൽ. കൈകാലുകൾ വെളുത്തവരെ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് കാത്തിരിക്കും. അപ്പോൾ മുഖവും കൈയും കാലൊക്കെ നീട്ടി കഴുകണം. ബിസ്മി ചൊല്ലി വുളൂ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ റാസിമാൻ പറയുന്നുണ്ട്, ബിസ്മി ചൊല്ലിയിട്ട് വുളൂ എടുത്ത ആൾ ഒരിക്കലും ബിദ്അത്തുകാരനാവില്ല. അതിനൊക്കെ കാരണങ്ങളടക്കം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ സുന്നത്തുകളോട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവണം. നവവി ഇമാം റഹിമഹുല്ലാഹ് റൂസുൽ മസായിൽ പറയുന്നുണ്ട്, 4 സുന്നത്ത് പലരും ശ്രദ്ധിക്കാറില്ല. മഹാൻ്റെ ബർക്കത്ത് കൂടി കിട്ടാനാണ് ഞാൻ അതെന്നെ എടുത്ത് ഉദ്ധരിച്ചത്. അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെയും മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീക്ക് ചെയ്യട്ടെ. ഓ, ഇത്രയും ആളുണ്ടല്ലോ ഇവിടെ. എന്താണ് 4 സുന്നത്ത്? 1, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു സുന്നത്താണ് ആദ്യം പരിചയപ്പെടുത്തുന്ന മഹാനവർകൾ. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തി തീരുന്നതും തക്ബീർ ചൊല്ലിത്തീരുന്നതും ഒന്നിച്ചാവണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൈ ഉയർത്തുക, താഴേന്ന്. കൈ ഉയർത്തിൽ തീരൽ ഇവിടെ നിന്നാണ്, ബാക്കി താഴ്ത്തലാണ്. താഴ്ത്തുമ്പോൾ ഒന്നും ചെല്ലാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് തീരേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് തീരേണ്ടത് ഇവിടെയാണ്, ചൊല്ലാൻ തുടങ്ങേണ്ടത് ഇവിടെയാണ്. അപ്പോൾ എങ്ങനെ? അല്ലാഹു അക്ബർ, അവിടെ നിന്നാണ് തീരേണ്ടത്. പിന്നെ ഒന്നുമില്ല. അധികാളും ലോകത്ത് 80% ആളും അത് ശ്രദ്ധിക്കൂല. അധികാളും എങ്ങനെ കേട്ടൽ? അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് തീരണം. പിന്നെ ഇങ്ങനെ കൈ ഒന്നും ഇല്ലാണ്ട് പോകുമ്പോൾ ഒരു എന്തോ ബേജാറ്, ഉസ്താദേ ലഗേജ് ഇല്ലെങ്കിലും ഹാൻഡ് ബാഗെങ്കിലും ഉണ്ടാവില്ല നല്ലതല്ലേ എന്നുള്ള ഒരു മൂപ്പരുടെ ഒരു ചിന്തയാണത്. അതൊന്നും ചെല്ലാനൊന്നുമില്ല, ഇവിടുന്ന് തീരണം. അല്ലാഹു അക്ബർ, അതാണ് 1ാമത്തെ സുന്നത്ത്. ഇന്ന് മുതൽ നമ്മളെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഈ ക്ലാസ് നമുക്ക് ആഖിറത്തിൽ സാക്ഷിക്കൂലേ. ഇപ്പോഴത്തെ ക്ലാസ്സും പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫീഡ്ബാക്കുകളാണ്. നല്ല പ്രസംഗം കേട്ടോ മൂപ്പരെ. ഞാനധികം യൂട്യൂബിലേ മൂപ്പരെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല രസം. ഇതിനെ കൊണ്ടല്ല എന്താ കിട്ടും? ദുനിയാവിലൊരു സാധനം ഉണ്ടാവില്ല, ആഖിറത്തിലും കിട്ടൂല. അതിനെ കൊണ്ട് നമുക്ക് എന്താ ഇപ്പോൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് കിട്ടൽ? ഈ സുന്നത്ത് നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കുക. 2ാമത്തത് മഹാനവറുകൾ പറയാ, ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പലരും ഇരിക്കാറില്ല. എന്തിനാണ് ആ സുന്നത്ത് കളയണത്? അത്തഹിയ്യാത്ത് ഇല്ലാത്ത റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക, അതൊരു സുന്നത്ത്. ചിലപ്പം 49 നന്മയും 51 തിന്മയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ഇരുന്ന ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് ഇരുത്തുന്നത്. എടാ, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ, ഒരു നല്ല കാര്യത്തിനും ചെറുതല്ലേ എന്ന് വിചാരിക്കരുത്. ബക്കറ്റ് കലക്ഷൻ വരുമ്പോൾ നമുക്ക് കീശയിൽ ഒന്നുമില്ല, പിന്നെ എന്തോ നോക്കുമ്പോൾ അതെന്തോ ചില്ലറ നോക്കുമ്പോൾ 5 ഉറുപ്പ്യൻ്റെ കോയിനാകെ എങ്ങനെ കൊടുക്കൽ ഇടണം നമ്മളത്. ഈ ഷർമുദവ് പറഞ്ഞല്ലോ, അത് ആഖിറത്തിൽ വലിയ സ്വതക്കായിട്ട് കാണും, പർവ്വത സമാനമായിട്ടുണ്ടാവും. എന്തിന് ചെറുതാക്കും നമ്മൾ? ഏതെങ്കിലും ഒരു സുന്നത്തായിരിക്കും ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുക. ഒരാൾ നന്മ തിന്മ തൂക്കപ്പെട്ട് നന്മ കുറവായതിൻ്റെ പേരിൽ പരാജിതനാണെന്ന് മെസ്സേജ് വന്നപ്പോൾ അയാൾ ആകെ ടെൻഷനായി.
ആകെ പ്രയാസമായി. അപ്പോഴാണ് അയാളുടെ നന്മൻ്റെ തട്ടിൽ ഒരു തുണി സഞ്ചി വീഴുന്നത്. അപ്പോൾ അയാളുടെ നന്മ അധികമായി, അയാൾ വിജയിച്ചു എന്ന് മെസ്സേജും വന്നു, അഥവാ റിസൾട്ട് വന്നു. അൽഹംദുലില്ലാഹ്. എന്താണ് ഈ തുണിസഞ്ചിയിലുള്ളത് നോക്കാൻ വേണ്ടി മുപ്പര് എടുത്തു നോക്കുമ്പോൾ കുറച്ച് മണ്ണാണ്. മണ്ണ്. ഏത് മണ്ണാണ്? ഏതോ ഒരു മുഅ്മിനെ ഖബറടക്കുന്ന സമയത്ത് ഇട്ട മിൻഹാ ഖലഖനാക്കുമെന്ന് പറഞ്ഞിട്ടിട്ട മണ്ണാണ് മുപ്പരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ. മോനെ, ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും നിസ്സാരാക്കരുത്. അതായിരിക്കും നിന്നെ ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സുന്നത്ത്. ചിലർ ഇസ്തിറാഹത്തിൻ്റെ ഇരിക്കൂല, ഇരിക്കുന്ന പോലെ ആക്കിയിട്ട് എന്തോ അങ്ങനെ ഉണ്ടല്ലോ, ഹെൽമെറ്റ് ഇടുന്ന പോലെ ആക്കിയിട്ട് ഒരു പോക്ക് പോകുന്ന പോലെ ഒരു പോക്കുണ്ട്. അങ്ങനല്ല, അവിടെ ഒന്ന് ഇരിക്കുക, ശരിക്ക് കുറച്ച് ഇരിക്കുന്ന തുമൈനീനത്തൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഇരിക്കുക, എന്നിട്ട് എഴുന്നേൽക്കുക. എന്തപ്പോൾ നഷ്ടം? എന്താണ് നഷ്ടം? അവ നമുക്ക് കുറച്ച് കാലം അത് നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചാലും പിന്നെ അതൊരു ശീലമായി മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത് മഹാനവറുകൾ പറയുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ, സൊഫിലുള്ള വിടവ് കണ്ടാൽ പലരും അത് ചേർത്ത് വെക്കൂല, പലരും ചെയ്യൂല. അത് പുതിയ കാലത്ത് അത് കൂടുതലിട്ടുണ്ട്. എനിക്ക് വെറുതെ തോന്നാറുണ്ട്, അത് പറഞ്ഞാൽ അത് വീടാവുമെന്ന് അറിയില്ല. നവവി ഇമാമിൻ്റെ കാലത്ത് അത് എഴുതണമെങ്കിൽ അതിനേക്കാൾ ഏറിയിട്ടുണ്ടാവും ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ ഫാനൊക്കെ ഉള്ളിടത്ത് ചിലർ വന്ന് നിൽക്കും, എന്നിട്ട് നിൽക്കും. ഓ, എനിക്ക് തോന്നി ഇവനെ ഏറ്റവും ബെസ്റ്റ് എവിടെ ജോലിക്ക് നിർത്താമെന്നറിയോ? നമുക്ക് മിക്കപ്പോഴും ഈ മലപ്പുറം വെസ്റ്റ്, ഈ കൂരിയാട് ചെമ്മാട് ഭാഗത്ത് വന്നാൽ ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഉണ്ടാവൽ ഈ വൈലത്തൂറ ബ്ലോക്ക് വെച്ച് നോക്കിയിട്ടാണ്. അതാണ് ഇവിടുത്തെ ഒരു മാനദണ്ഡം. ഓരോ ജില്ലയ്ക്ക് ഓരോ സ്ഥലം നമ്മളെ പ്രഭാഷകർക്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ഈ ചങ്ങായിനെ വൈലത്തൂർ നിർത്താൻ പറ്റും, ട്രാഫിക് പോലീസായിട്ട്. ഇങ്ങനെ ഓനെ വേറെ എവിടെയും പറ്റൂല. എന്തൊരു കഷ്ടം എന്നാ പറയേണ്ടത്? സൊഫിലൊരു ഗ്യാപ്പ് കണ്ട ഇങ്ങനെ കയറി നിൽക്കാനാണ് പറയേണ്ടത്. തൊബറാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിലില്ലേ, ആരെങ്കിലും സൊഫിലൊരു വിടവ് കണ്ട് കയറി നിന്നാൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട് കിട്ടുന്ന പരിപാടിയല്ലേ അത്, അല്ലേ? ചിത്താരി ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് വീടിൻ്റെ വാടക കൊടുത്തേക്കലല്ല, ഈമാനോടെ മരിക്കും സ്വർഗത്തിലെത്തുമെന്നതിൻ്റെ സൂചനയാണത്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നവവി ഇമാം റഹിമഹുല്ലാ പറയുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന നാലാമത്തെ സുന്നത്ത്, നവീമാം ഇത് റൂസുൽ മസായില്ല പറയണത്, അടിപൊളി കിതാബ്. ഒരുപാട് സംശയങ്ങളുടെ ഉത്തരം അതിലുണ്ട്. അല്ലെങ്കിൽ നവീമാം എഴുതിയ കിതാബ് അടിപൊളി കിതാബ് എന്ന് പറയാൻ നമ്മളാരാ? ഇതിലാർക്കെങ്കിലൊക്കെ മുത്താല ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മുത്താലിമീങ്ങളോട് പറഞ്ഞതാട്ടോ, വേറൊന്നും വിചാരിക്കരുത്. നാലാമത്തത്, നിസ്കാരത്തിൻ്റെ ജമാഅത്തിൽ ചിലർ പള്ളി കയറിയാൽ ഉളരിച്ച് വരും എന്ന് പറഞ്ഞാൽ സ്പീഡിൽ വരും. അത് സുന്നത്തിനെതിരാണ്. ഉദാഹരണത്തിന് ഇമാം റുക്കൂയിൽ പോയാൽ ഓടി വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു അത് ചെയ്യരുത്, അത് സുന്നത്തിനെതിരാണ്. അങ്ങനെയല്ല നിസ്കാരത്തിലേക്ക് വരണം. നിസ്കാരത്തിലൊരു സോഫ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. ചിലപ്പോൾ ഇമാമ് പള്ളി കയറിയ ആളെ വെയിറ്റ് ചെയ്യൽ സുന്നത്തുള്ള ഘട്ടങ്ങളുണ്ടാവും. റുക്കൂയിലും അവസാനത്തെ അത്തഹിയാത്തിലൊക്കെ ആരെങ്കിലും വന്ന് കണ്ടാൽ എന്നൊരു തൊണ്ടയൊക്കെ അനക്കലൊക്കെ കേട്ടാൽ ഒന്ന് വെയിറ്റ് ചെയ്യൽ സുന്നത്താണ്. ആ വെയിറ്റ് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ? ഓ, അത് നമ്മളെ ഷെഫീഖല്ലേ, ഓനെന്തായാലും കാത്തുക, നമ്മളെ മെയിൻ ചങ്ങായിയല്ലേ, സോൺ സഹഭാരവായിയല്ല, അങ്ങനെ കാത്തുന്ന പച്ച ഹറാമാണ്. എൻ്റെ സുഹൃത്തിനെ കാത്തുക്കാനുള്ള സംസ്കാരം. ചിലരെ കാത്തുക്കാനും പാടില്ല. അതാരാ? ഓനെ എപ്പം നോക്കിയാലും ലാസ്റ്റത്തെ ആക്കുന്നു, ഓനെ കാത്തുക്കാണ്ട് വേഗം സലാം വിട്ടണോ. അങ്ങനെ കാത്തുക്കരുത്. ഓനെ കുറച്ച് ഒരു അതവ് പഠിപ്പിക്കണം. ഓനെപ്പോൾ ഈ തൊണ്ട അനക്കൽ പരിപാടിയാണ്, അങ്ങനത്തെ ആളെ കാത്തിരിക്കരുത്. ഞാൻ ആ ഫിഖ്ഹിയായ ലോകത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തുകൾ നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റണം. അത് അള്ളാഹുവിൻ്റെ അടിമകളുടെ അഥവാ അബ്ദുള്ളമാരുടെ മെയിൻ ക്വാളിറ്റിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബ്ദുള്ളമാർക്കുള്ള നാലാമത്തെ പ്രത്യേകത, അത് പ്രത്യേകത എന്നാണോ പറയേണ്ടത്, അല്ല അവർക്ക് അള്ളാഹു കൊടുക്കുന്ന റിസൾട്ട് എന്നാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് പറഞ്ഞു നോക്കാം. ഈ സുന്നത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവയവങ്ങളിൽ അള്ളാഹു നൂറ് കൊടുക്കും, പ്രകാശം കൊടുക്കും.
ആ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അവയവങ്ങൾ കൊണ്ട് ഒരു തെറ്റും അവർ ചെയ്യൂല. എന്താണെന്നറിയില്ല, ചെയ്യൂല. അതാണ് സംഭവം. ആരോ ചെയ്യാതിരിക്കാൻ അഥവാ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് തടയുന്നതോ ഒന്നും അറിയില്ല, പക്ഷെ എന്തോ ഒന്നും ചെയ്യൂല, ഉപരി തെറ്റ് ചെയ്യൂല. അതാണ് സംഭവം. അതാണ് അലി റളിയല്ലാഹു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു തെറ്റും കണ്ടിട്ടില്ല. അലി റളിയല്ലാഹു എത്രാം വയസ്സിലാണ് തങ്ങളെ കണ്ടിന്? മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എന്ത്, ഞാൻ ഇതുവരെ ഒരു അന്യപെണ്ണിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒരന്യപെണ്ണ് എൻ്റെ സ്വപ്നത്തിലും വന്നിട്ടില്ല, ഒരന്യപെണ്ണിനെ കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അബ്ദുള്ളമാരുടെ അടയാളേ, ആ കണ്ണൊക്കെ വെച്ച് തവസ്സുലാക്കി ദ്വാരന്നാൽ തന്നെ കബൂലിയത്തുണ്ടാവും. നബിമാമ് കല്യാണം തന്നെ കഴിച്ചില്ല, ഹലാലായ പെണ്ണിൻ്റെ അവസരം തന്നെ ഉപയോഗിച്ചില്ല, എന്നിട്ടല്ലേ ഹറാമും. ആരായിരിക്കും ഈ നബിമാമൊക്കെ? കുത്തുബ് എന്ന് പറയാല്ലേ. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വലിയ ദർജയിലേക്ക് എത്തിയത്. ഉമർലാനെ കുറിച്ച് പറയുന്നത് ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പൊതുവേ പ്രസംഗത്തിൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറയില്ല, കാരണം വേഗം മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയൽ. പക്ഷേ ഇത് ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ശരിക്കും ആരാന്ന് വെച്ചാലേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ, തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കാൻ തന്നെ ഇബ്ലീസിന് പേടിയാണ്. തെറ്റ് ചെയ്യിപ്പിക്കാനല്ല, തെറ്റ് ചെയ്യാൻ അവർക്ക് വസ്വാസാക്കിയാലോ എന്ന് തോന്നിപ്പിക്കാൻ തന്നെ ഇബ്ലീസിന് പേടിയാണ്. പെരടിക്ക് കിട്ടുമെന്ന് പേടിയാണ്. ആ 100 കണ്ടിട്ടാണ് പേടി. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു ഒരു വഴിയിൽ കടന്നാൽ ആ ഭാഗത്ത് ഇബ്ലീസ് പോകാത്തത്. പേടിച്ചിട്ട്. കണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതൊക്കെ എന്തിൻ്റെ നൂറാന്ന് വെച്ചാൽ ഇബാദത്തിൻ്റെ നൂറാണ്. ഇബാദത്തിൻ്റെ നൂറാണ്. എൻ്റെ ഉമർ ഒരു വഴിയിൽ കയറിയാൽ ആ ഭാഗത്ത് പിശാചുണ്ടാവില്ല. കണ്ടോ, ഉമർ എന്ന് പറഞ്ഞാൽ സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ആ അവയവങ്ങൾക്കൊക്കെ ലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ തെറ്റ് ചെയ്യൂല. അഥവാ തെറ്റ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നാൽ തന്നെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാലേ ആ ആശയം മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ഇദാ മദ്ദ യദഹു ഇല തുആം, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ വല്ല ഹറാമോ ശുബഹത്തോ ഉണ്ടെങ്കിൽ മഹാൻ്റെ വിരലിന് വിയർപ്പ് വരും, റെഡ് സിഗ്നൽ വരും എന്നർത്ഥം. അവൻ്റെ കൈ നാനാകും. സുന്നത്തല്ലേ, മസാല അബ്ദി ബിൻ നവാഫിലി ഖുർബു അല്ലേ. അപ്പോൾ അവൻ്റെ കൈ നാനായിക്കോളൂ എന്നല്ല പറയാം. അതിനങ്ങനെ പറഞ്ഞാൽ ആ കൈ കൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ നോക്കിക്കോളൂ. മഹദൂം അങ്ങക്ക് ഈ കുമ്പളങ്ങക്കറി വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ക്ഷണിച്ച് പോയപ്പോൾ കുമ്പളങ്ങക്കറി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. മഹാനവർകൾ വീട്ടുകാരോട് വെച്ച്, ഇത് വീട്ടിൽ നിന്ന് തന്നെ ആരാ പാചകം ചെയ്ത്? വൈഫ്. ഒന്ന് ചോദിക്കാവോ? ചോദിച്ചു. ഇത് എവിടെ നിന്ന് കുമ്പളങ്ങ? നമ്മളെ വീട്ടിൽ തന്നെ ഫുള്ളായിട്ടും. ഈ വീട്ടിൽ ഇന്ന് പകുതിയേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 കുമ്പളങ്ങ പറിച്ചു. അവരോട് സമ്മത വഴിയെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് മഹദൂം അങ്ങടെ കണ്ണിൽ ചില കുമ്പളങ്ങൻ്റെ പീസുകൾ ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ കളറ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് ഞാനായിക്കോളും, അവൻ്റെ കണ്ണ്. എപ്പോഴാണ് നമ്മളൊക്കെ അങ്ങനെ ആവല്ലേ? എത്രയാ ഈ ചണ്ടി ചവറുകളായി നമ്മൾ നടക്കുക? മതിയാക്കല്ലേ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഈ വാട്സപ്പിലെ കുറേ സമയങ്ങളിലൊക്കെ മതിയില്ലല്ലേ? അല്ലെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ചൊക്കെ മതിയാക്കന്നല്ലേ വേണ്ടത് അല്ലേ? പുതിയ ഫോൺ ഇറക്കേണ്ട പ്രായമല്ലല്ലോ നമ്മളെ പ്രായം അല്ലേ? മതിയാക്കല്ലേ വേണ്ടത്, മതിയാക്കന്നല്ലേ വേണ്ടത്. അങ്ങനെയാണ് വേണ്ടതെന്നല്ലേ ത്വായിഫുൽ മആരിഫ് പറയണത്. ആ അവയവങ്ങൾക്ക് ഭയങ്കര ലേറ്റായിരിക്കും. അതാണ് അബ്ദുള്ളമാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനം. അവർ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഇബാദത്ത് തന്നെ അള്ളാഹ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഉണ്ടാവും. ഞാൻ ഈ ഭാരത്ത് ഒരു കിതാബ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ മനസ്സിലാവണില്ല. എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ഈ ഭാരത്ത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, സോ ഇതെങ്ങനെ മനസ്സിലാവണില്ല, ഇതെന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് പതിവല്ലാത്ത ചില ഇബാദത്ത് എന്തെങ്കിലും ഒരു സ്പാർക്കാക്കിയിട്ട് ഇബാദത്താക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അവസരം അള്ളാഹ് എങ്ങനെയെങ്കിലും അവസരം ഒരുക്കും. ഞാൻ ചോദിച്ചു, ഉദാഹരണം, മൂപ്പരെ ഹദ്ദാദ് പതിവാക്കാറില്ല. മൂപ്പരാണെങ്കിൽ വേറെ കുറേ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താളാണ്. അങ്ങനെ ഒരു ദിവസം
മൂപ്പരെന്തോ പരിപാടിക്കാരെ ക്ഷണിച്ച് 9 മണിക്കാണ് നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ക്ഷണിക്കപ്പെട്ട സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ സംഘാടകർ പറഞ്ഞു, കുട്ടികളൊന്നും എത്തിയിട്ടില്ല, നമുക്കൊന്ന് ഹദ്ദാദ് തുടങ്ങിയാലോ, അൽ ഫാത്തിഹ. അങ്ങനെ ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ള കൊടുക്കും. എത്ര സിമ്പിളല്ലേ ഇത്, ചെറിയ വെറുതല്ലേ, ഈമാനോടെ മരിക്കുമെന്ന് ഗ്യാരണ്ടി ഉള്ള റാത്തീബല്ലേ, പതിവാക്കണമല്ലേ. അപ്പോൾ മൂപ്പര് അള്ളാഹു ആ സ്റ്റേജിലേക്ക് എത്തിച്ചത് ഹദ്ദാദ് പതിവാക്കാനാണ്. അള്ള ഏറ്റെടുക്കുമ്പോഴാണ് ആ സാധനം അങ്ങോട്ട് ഇങ്ങനെ വരിക. ഒരു ചാണെടുക്കുമ്പോൾ ഒരു മുഴ അള്ള ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ട് നിൽക്കും. അബ്ദുള്ളമാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണത്. 5-മത്തത് എന്താണെന്ന് വെച്ചാൽ അവർ മുറാഖബയിലേക്ക് എത്താനുള്ള യാത്രയായിരിക്കും. അതാണ് പ്രസംഗത്തിൽ തുടങ്ങിയ ആശയത്തിലേക്ക് കണക്റ്റ് ആവുകയാണ്. നമ്മളെങ്ങനെ അള്ളാഹിലേക്ക് എത്തിച്ചേരുക. മുറാഖബ മുഷാഹദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കാണുന്ന ഒരു മട്ടത്തിലായിരിക്കും അവരുടെ ഇബാദത്ത് ഉണ്ടാവുക. ക്ലാസ്സിലിരിക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ദർശനം നടത്തുമ്പോഴും മുഴുവൻ മൂപ്പരുടെ ഒരു ഏരിയ അങ്ങനെ ആയിരിക്കും. മുഴുവൻ ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ മൂപ്പർക്ക് മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹു, മോനെ നീ ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹിനെ അങ്ങോട്ട് കാണുന്ന പോലെ ചെയ്യണം. പിന്നെ ഫഇല്ലം തകുൻ തറാഹു, നീ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടില്ലെങ്കിലും മിനിമം ക്വാളിറ്റി ആയ +2 എന്തായാലും വേണം. അതേതാ, ഫഇന്നഹു യറാക്ക, അള്ള നിന്നെ കാണുന്നുള്ള അത് ഒഴിവാക്കരുത് കേട്ടോ. അള്ള നിന്നെ കാണുന്നുള്ളത് എപ്പോൾ വേണോ. നീ ശരിക്ക് ഡിഗ്രിയും കൂടി പാസ്സാവുകയേ വേണ്ടത്. അതേതാ, അള്ളാഹിനെ അങ്ങോട്ട് കാണണം. അതിപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും മറ്റേത് ഉണ്ടാവണം കേട്ടോ. എന്ന് പറഞ്ഞാൽ വൈലത്തൂരിലൂടെ ഒരു 3 ചെറുപ്പക്കാർ ബൈക്ക് എടുത്തിട്ട് പോകുന്നു. അത് തെറ്റാണ്. 3 ആൾ കയറാൻ പാടില്ല. ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല, 2-മത്തെ തെറ്റാണ്. 3 ആൾക്കും ഹെൽമെറ്റ് ഇല്ല, 3-മത്തെ തെറ്റാണ്. ബൈക്കിനാണെങ്കിൽ മിററും ഇല്ല, കണ്ണാടിയും ഇല്ല, 4-മത്തെ തെറ്റാണ്. അവരാണെങ്കിൽ ട്രാഫിക്കിൻ്റെ നിയമം മുഴുവൻ തെറ്റിച്ചിട്ടാണ് പോകുന്നത്. 5 ഹോൺ കൊണ്ട് ശബ്ദം അടക്കുന്ന, ചെവി അടക്കുന്ന സൗണ്ടാണ്. 6 അവരാണെങ്കിൽ എന്തെല്ലാം കുരുത്തക്കെടാ കളിച്ചുകൊണ്ടിരിക്കുന്ന. 7 പക്ഷെ ഇത് മുഴുവനും ബേക്കിലുള്ള പോലീസ് ജീപ്പിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. കളിക്കട്ട് ഏതായാലും താനൂർ ഭാഗത്തേക്ക് ആ കാണാലോ. എത്ര പേര് ഇവരോട് നോക്കണം. ഈ കുതിരക്കളി പോലീസുകാരെ അങ്ങോട്ട് കണ്ടുകൊണ്ട് ഒന്നും നിൽക്കാൻ പോകുന്നില്ല. നിൽക്കോ? ഇല്ല. എന്തു വേണം? ഒരിക്കലും മിറർ ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് കാണുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഓരോ കളി നിൽക്കുകയൊന്നും ചെയ്യില്ല. അതെ, എന്ന പോലെ നമ്മൾ ഈ കുതിരക്കളിയൊക്കെ നിർത്തണമെങ്കിൽ അള്ള ഇങ്ങോട്ട് കണ്ടാൽ പോരാ. അള്ള ഇങ്ങോട്ട് കാണാത്തതുകൊണ്ട് ഇവിടെ കള്ളുടിയന്മാർ കള്ളുടിക്കുന്നു. അല്ല, അള്ള ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയണം. അതിനൊരു ചെറിയ മിറർ വേണം. അത് നമ്മുടെ കൽബ് നന്നാവണമെന്ന് അതിൻ്റെ അർത്ഥം. എന്നാലേ ആ ബോധ്യം നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു പ്രായമുള്ള ആളോ ഒരു ചെറുപ്പക്കാരനോ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു ഹറാമ് കാണുന്നു. ഈ ഹറാമ് നമ്മൾ കാണുമ്പോൾ നമ്മളെ ഭാര്യൻ്റെ മുമ്പിൽ നിന്ന് കാണോ? ഇല്ല. ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കാണോ? ഇല്ല. തങ്ങളെ മുമ്പിൽ നിന്ന് കാണോ? ഇല്ല. ഏട്ടൻ്റെ മുമ്പിൽ നിന്നോ? ഇല്ല. അനുജൻ്റെ മുമ്പിൽ നിന്നോ? ഇല്ല. സോൺ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് കാണോ? ഇല്ല. ജില്ലാ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് കാണോ? ഇല്ല. സ്റ്റേറ്റ് പ്രസിഡൻ്റായ നേതാവിൻ്റെ മുമ്പിൽ നമ്മളത് കാണോ? ഇല്ല. എന്ന പോട്ട് നമ്മളെ മോള് അല്ലെങ്കിൽ മോൻ്റെ മോളുണ്ട്, ചെറിയ മോള്, 2.5 വയസ്സ്, പാല് കൂടി നിർത്തിയിട്ട് 6 മാസമാകുന്നു. ഫാത്തിക്കുട്ടി എന്നാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കൽ. ഫാത്തിമ എന്നാണ് പേര്. ഹദഫു ആഖിരിൽ മുനാദ ഫാത്തി എന്ന് വിളിക്കും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും. ഫാത്തി ഓടി വന്നിട്ട് നമ്മുടെ വണ്ടിയിലിരുന്നാൽ ആ തെറ്റ് ഓഫാക്കോ? ഇല്ലയോ? ഓഫാക്കും. കാണോ? ഇല്ല. ഖുദ്സിയ ഹദീസിലൂടെ അള്ള പറയാ, ലാ തജഅൽനി അഹ്വനൻ നാളിരീൻ, നിങ്ങളെ നോക്കുന്ന ആളിൽ എന്നെ ഏറ്റവും ലോക്കലാക്കല്ലേ എന്ന് പറഞ്ഞാൽ ആ സോൺ ജില്ല സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ വിലയൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തീൻ്റെ വിലയെങ്കിലും തരണേ. ഫാത്തീൻ്റെ വില എല്ലാടും എന്താടാ എന്നെ ഇങ്ങനെ ആക്കണത്? ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഉമ്മാരെ വയറ്റിൽ നീ ആ ഗർഭകാലത്തിൽ ഇരിക്കുന്ന കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയ ആളല്ലേ ഞാൻ. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നോട് കാണിച്ചുകൂടെടാ. ഒരു ഫാത്തീൻ്റെ വിലയെങ്കിലും തന്നൂടെ? നീ ഭാര്യ വരുമ്പോൾ ഓഫാക്കുന്നെന്തടാ? അതാണ് അബ്ദുള്ള എന്ന് പറഞ്ഞത്. അവർ ഈ മുഷാഹദൻ്റെ ആൾക്കാർ, അല്ലാ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും. അല്ല കാണുന്നുണ്ടല്ലോ, അന്ന കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത. ഇങ്ങനെ ആയിത്തീർന്നിട്ട് നിങ്ങളൊരു 1500-ാം ജന്മദിന ആഘോഷമൊക്കെ, 1500-ന് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു ആഘോഷം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനൊരു
ആലോചന നടത്തി നോക്കിയേ. ഇങ്ങനെ ഒരു ഹൃദയം കൊണ്ട് നമ്മൾ റബീഉൽ അവ്വലിനെ സ്വീകരിച്ചാൽ തീർച്ച നമ്മളിൽ ഫലം ഉണ്ടാവും. കാരണം നമ്മളിൽ ഞാനെന്ന് പറയുന്ന ദുഷ്ട സ്വഭാവമില്ല. ശരിക്കും മഹബത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമ്മൾ ഡിലീറ്റ് ആക്കുക. ഉദാഹരണത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിൻ്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്താരുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചിൽ. എന്താ അബൂബക്കറെ കരയണത്? എന്തിനാ കരയണത്? അത് തങ്ങളെന്തിനാണ് അബൂബക്കറിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അത് വേണ്ടത് അബൂബക്കറിൻ്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നില്ലേ, എന്താ തങ്ങളെ അങ്ങനെ പറയണ്ട. അപ്പോഴും നമ്മളെ നാട്ടിൽ അബൂബക്കർ ആജിക്ക നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ല അടുത്ത പ്രാവശ്യം നമ്മളടുത്ത് തന്നെയല്ലേ സംഭാവനയൊക്കെ വരേണ്ടത് എന്ന ആലോചനയുമായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അബ്ദുള്ളയാവാത്ത പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. ഹിജറ പോകുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു കുറേ ഓടി. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ മുന്നോട്ട് പോണത്? അത് മുന്നിൽ വല്ല ശത്രുക്കളും വരുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ന്. കണ്ടോ? പിന്നെ കുറച്ച് നേരം പിന്നോട്ടോടി. എന്തിനാ പിന്നോട്ടോടുന്നത്? ബേക്കിലൂടെ തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന് ക്ഷമ കിട്ടണില്ല, കറങ്ങാണ് തങ്ങളുടെ. യാ അല്ലാഹ്, ശരിക്കും നിങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടാൽ ഇങ്ങനെ ചോദിച്ചാൽ, എന്ത് മുന്നിലൂടെ ഓടുന്നതിൻ്റെ കാരണം തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടല്ലേ? അതെ. അപ്പോൾ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു ഓടിയാൽ ശത്രുക്കൾ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആക്രമിക്കുമോ എന്ന് ശരിക്കും സിദ്ദീഖ് നിങ്ങൾ പേടിക്കണ്ടേ? ഇല്ല, ആ പേടിയില്ല. എന്തുകൊണ്ട്? സിദ്ദീഖ് തങ്ങളെ മനസ്സിൽ സിദ്ദീഖ് തങ്ങളില്ലല്ലോ. ഞാനെന്ന് പറയുന്ന സാധനത്തിനെ പണ്ടേ ഒഴിവാക്കി ഡിലീറ്റ് ആക്കിയെന്നല്ലോ. കേട്ടോ? ഞാൻ കൊടുത്ത സംഭാവന എന്നാണ്. ആ സംഭാവനൻ്റെ കൂടെ വൃത്തികെട്ട ചലന്തി വല ഉണ്ടെങ്കിൽ ഈ സംഭാവന പോയില്ലേ? ഈ സൗർ ഗുഹയിലേക്ക് കയറാനിരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, മക്കാനക്ക് യാ റസൂലുള്ളാഹ്, തങ്ങൾ ഗുഹൻ്റെ പുറത്തൊന്നിരിക്കുമോ? എന്തിന്? ഈ ഗുഹ ഒന്ന് വൃത്തിയാക്കട്ടെ. എന്ത് വൃത്തിയാക്കാൻ? വല്ല ഇഴജന്തുക്കളോ ചെറു ജീവികളോ വല്ല ഇഴജന്തുക്കളോ മറ്റോ ഉണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജീവികൾ തങ്ങളെ കുത്തൂലേ നബിയെ, വേദനിപ്പിക്കൂലേ? അപ്പോൾ സിദ്ദീഖ് കയറിയാൽ സിദ്ദീഖിനെ കുത്തൂലേ? അതിന് സിദ്ദീഖ് ഇല്ലല്ലോ. ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിരൽ മുറിഞ്ഞു. ആ സിദ്ദീഖ് ഞങ്ങൾ പറയുന്നുണ്ട്, ഇന്നന്തി ഇല്ല ഇസ്ബഇന്ദ മൈത്തി, ആകെ ഒരു ബ്ലഡ് ഒലിച്ച വിരലിൻ്റെ ടെൻഷനൊന്നും ആവണ്ട, വൃത്തിയാക്കുന്നു. മൊത്തം വൃത്തിയാക്കിയിട്ട് താലി യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. കാലാണെങ്കിൽ അങ്ങനെ വെക്കാനുള്ള കാരണം ബാക്കി എല്ലാ ദ്വാരവും അടച്ചിട്ടുണ്ട്, ഒരു ദ്വാരമുണ്ട് ഇതിലൂടെ ഒന്നും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിലാണ് പാമ്പ് കുത്തിയേക്കണത്. നമുക്കറിയുന്ന ചരിത്രം. ശരിക്കും കാലാണ് വലിയേണ്ടത്, പക്ഷെ വലിയണില്ല. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരും പാടെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാല് വലിക്കാൻ നോക്കിയാലും വലിയൂല. കാരണം ആ കാലിൻ്റെ മേലെ ഇപ്പോൾ ഉള്ളത് ലോകരാജാവാണ് അഥവാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ തലയണയാണ് എൻ്റെ കാല് എന്നുള്ള ബോധം ഹൃദയത്തിലുണ്ട്. അതാണ് കാല് വലിയാത്തത്. അപ്പോൾ പിന്നെ കാല് വലിയാതിരുന്നപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റാൻ തുടങ്ങി. അത് സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തതല്ല, അതിന് നമ്മൾക്ക് ഫിസിക്സിൽ റിഫ്ലക്ഷൻ എന്നാണ് പറയൽ. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തലയോ കാലാറ്റം ചുമരിനടിച്ചാൽ അറിയാണ്ട് കണ്ണിന്ന് വെള്ളം വീഴും. അങ്ങനെ വെള്ളം ഉറ്റിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് തങ്ങൾ ഉറക്കിനെട്ടിയിട്ട് ചോദിച്ചു, മാ ബിക യാ അബൂബക്കർ, അബൂബക്കറിന് എന്താ പറ്റിയത്? അതിന് മറുപടി 2 ഉത്തരം കൊടുത്തു. ഒന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവും 2 ഒറിജിനൽ ഉത്തരവും. ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത് അത് പാമ്പോ മറ്റോ കടിച്ചാന്ന് തോന്നുന്നു. ഒറിജിനൽ ഉത്തരം ഫിദാക ബി വ ഉമ്മി യാ റസൂലുള്ളാഹ്, എന്നോട് മാപ്പാക്കണ നബിയെ, ഞാൻ അർണം കൊണ്ട് ഉറ്റിച്ചതല്ല, അങ്ങോട്ട് ഉറ്റിപ്പോയതാണ്. കണ്ടോ? ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ കണ്ടിനല്ലോ, അതെവിടെ പോയി? അത് മൊത്തം കീറിയിട്ടാണല്ലോ ദ്വാരങ്ങൾ അടച്ചത്. അപ്പോൾ ഇനി അബൂബക്കറിനുള്ള യാത്രയിൽ ഡ്രസ്സ് വേണ്ടേ? ഡ്രസ്സിടെ അബൂബക്കർ വേണ്ടേ? അബൂബക്കർ ഇല്ലല്ലോ. നമുക്ക് നമ്മൾ ഡിലീറ്റാക്കി തുടങ്ങാം. അബ്ദുള്ളയിലേക്കുള്ള യാത്ര ആരംഭിക്കാം, സംസാരം അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.